എന്നൊക്കെ പറയുന്ന ആളുകൾ എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ഒരു അൽഹംദുലില്ലാ എന്ന് പോലും പറയാറില്ല. നമ്മൾ വിഷമങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർ റാഹത്താണെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് അതൊരു വളരെ മോശപ്പെട്ട സംഗതിയാണ്. നമ്മൾ എന്തുണ്ടെങ്കിലും അൽഹംദുലില്ലാ. സുഖമാണോ? അൽഹംദുലില്ലാ. സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം. സമ്പത്ത് അല്ലാഹുവിന്റെ കോടാനുകോടി കണക്കിലുള്ള അനുഗ്രഹങ്ങളിൽ ഒന്ന് മാത്രം. അത് ദുനിയാവ് തീർന്നാൽ പിന്നെ തീർന്നു. ആ സമ്പത്ത് നമ്മുടെ ബാക്കിൽ വരൂല, നമ്മുടെ ഖബറിലേക്ക് ആ സമ്പത്ത് വരൂല. നമ്മുടെ ഖബറിലേക്ക് വാഹനം വരൂല, വീട് വരൂല. ഒറ്റക്കഥ ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് തുണയാകുന്നത് നമ്മുടെ അമല് മാത്രമാണ്. വേറൊന്നും നമ്മുടെ ഖബറിലേക്ക് വരൂല. വെറും അമല് മാത്രം. നമ്മൾ ചെയ്തതായ സൽക്കർമ്മങ്ങൾ അത് മാത്രം നമ്മുടെ ഖബറിലേക്ക് വരികയുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചു സമ്പത്ത് മാത്രമാണ് അനുഗ്രഹം. ഇതേ സംഭവം തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ തങ്ങളോട് ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ ഹാഖുമുത് തകാസുർ, ആ സൂറത്ത് ഇങ്ങനെ അവതീർണമായപ്പോൾ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സൂറത്തിന്റെ അവസാനത്തിൽ ഒരു ആയത്തുണ്ട്, ثم لتسألن يومئذ عن النعيم. തീർച്ചയായും നിങ്ങളോട് മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും ചോദിക്കപ്പെടും. നാളെ അതാ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും അല്ലാഹു ചോദിക്കും. ഒന്നും ബാക്കി വെക്കൂല, എല്ലാം ചോദിക്കും. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹം, ഞാൻ എനിക്ക് ഈ അനുഗ്രഹം തന്നിട്ടില്ലേ? സമ്പത്ത് തന്നിട്ടില്ലേ? ആരോഗ്യം തന്നിട്ടില്ലേ? വാഹനം തന്നിട്ടില്ലേ? വീട് തന്നിട്ടില്ലേ? എല്ലാം തന്നിട്ടില്ലേ? നീ അത് എന്തിൽ ചെലവഴിച്ചു എന്നുള്ള ചോദിക്കും കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ആയത്തത ഹബീബ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബികളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ, ഓതി കേൾപ്പിച്ചപ്പോൾ ഒരാൾ എണീച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ അലിയ മിനൻ നിഅമി എനിക്ക് വല്ല അനുഗ്രഹമുണ്ടോ നബിയെ? എനിക്കെന്താ അനുഗ്രഹമുള്ളത്? എനിക്ക് സമ്പത്തില്ല, എനിക്ക് സ്വന്തമായി വീടില്ല, വാഹനമില്ല, ഒന്നുമില്ല. പിന്നെ എനിക്ക് വേറെ അനുഗ്രഹം വല്ലതുമുണ്ടോ? പിന്നെ എന്നോട് എന്താണ് ചോദിക്കാനുള്ളത്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നിനക്കുമുണ്ട് അനുഗ്രഹം, നിന്നോടും ചോദിക്കും. ഏതാണ് അനുഗ്രഹം? നിസ്സാരമായ 3 അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി പറയാം. നിസ്സാരമായ 3 അനുഗ്രഹങ്ങൾ. ആ നിസ്സാരമായ 3 അനുഗ്രഹങ്ങൾ തന്നെ പറയുമ്പോൾ വലിയതൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. എന്താണ് പറയുന്നത്? 3 അനുഗ്രഹം. ഒന്ന് തണലാണ്. ഭയങ്കര വേലാണ്, ചൂടാണ്. ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ തണലിൽ പോയി സംരക്ഷണം തേടാറില്ലേ? അതായത് ബസ് സ്റ്റോപ്പിന്റെ മുന്നിലാണെങ്കിലും ശരി, ഞാൻ തണല്, വീടില്ലാത്തവൻ ചിലപ്പോ വെയിലേൽക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി തണലിന് വേണ്ടി അവിടെ നിന്ന് ഇരിക്കുന്നതായി കാണാം. അത് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. അല്ലാഹു ചോദിക്കും നാളെ, നിനക്കതാ വെയിലിനെ തൊട്ട് പ്രതിരോധിക്കാൻ നിനക്ക് തണല് തന്നില്ലേ? നാം ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു അനുഗ്രഹമായിട്ട് നാം കണക്കിലെടുത്തിട്ടുണ്ടോ? നാം ഓരോരുത്തരും ചിന്തിക്കണം. രണ്ടാമതായി പറയുന്നത് ചെരുപ്പാണ്. ചെരുപ്പ് വീടില്ലെങ്കിൽ ചെരുപ്പുണ്ടോ? അല്ലാഹു ചോദിക്കും. നിനക്കതാ കല്ലും മുള്ളും തറക്കാതെ അവിടെ നല്ല നിലയ്ക്ക് ചെരുപ്പിട്ടുകൊണ്ട് ഭൂമിയിൽ നടക്കാൻ വേണ്ടി അല്ലാഹു ചെരുപ്പ് തന്നില്ലേ? ആ
ചെരുപ്പിട്ടുകൊണ്ടല്ലേ നീ നടന്നത്? ആ ചെരുപ്പ് അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് കേട്ടോ. അല്ലാഹു നാളെ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചോദിക്കും. അല്ലാഹു ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് മറുപടി പറയാൻ സാധിക്കുക? അല്ലാഹുവിനെ വഴിപ്പെട്ട് നന്ദി ചെയ്ത് ജീവിച്ചവർക്ക് അവിടെ മറുപടി പറയാൻ സാധിക്കുന്നതാണ്. ആ മറുപടി പറയാൻ സാധിക്കുന്നവർ അല്ലാഹുവേ നമ്മെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മൂന്നാമതായി പറയുന്നത് വൽ മാഉൽ ബാരിദു, തണുത്ത വെള്ളം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. നാം ഒരു ഗ്ലാസ് അല്ല, ഇന്ന് എത്ര ഗ്ലാസ് നാം കുടിച്ചു, എത്ര ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കുടിച്ചിട്ട് അല്ലാഹുവിനെ ഓർത്തിട്ടുണ്ടോ? വെള്ളം കിട്ടാതെ എത്ര പേരാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ വെള്ളമില്ലാത്തവരില്ലേ? ഭക്ഷണമില്ലാതെ അത് ഫലസ്തീൻ എന്ന് പറയുന്ന നാട്ടിലും അവിടെ ഭക്ഷണമില്ല, പാനീയമില്ല, മണ്ണും പുല്ലും കഴിച്ച് വിശപ്പടക്കുന്നവരില്ലേ? അവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ഞാൻ ഓർത്തിട്ടുണ്ടോ? എനിക്കതാ അവന്റെ വീട് പോലത്തെ വീടില്ലാതാണ് ടെൻഷന്, അവന്റെ വാഹനം പോലത്തെ വാഹനമില്ല എന്നുള്ളതാണ് ടെൻഷന്, അവൻ അതാ കഴിക്കുന്ന ഭക്ഷണം പോലത്തെ ഭക്ഷണമില്ല എന്നുള്ളതാണ് ടെൻഷന്. തീരെ ഭക്ഷണമില്ലാത്ത, തീരെ പാനീയമില്ലാത്ത കഷ്ടപ്പെടുന്ന പിഞ്ചുമക്കൾ, വൃദ്ധന്മാർ, വിധവകൾ, എത്ര ആളുകൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്നു. ഞാൻ അവരെ ഒരു നിമിഷം ഓർത്തിട്ടുണ്ടോ? ഈ പറയുന്ന ഞാൻ ഓർത്തിട്ടുണ്ടോ? കേൾക്കുന്ന നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഞാൻ ദിവസവും എത്ര പ്രാവശ്യമാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒരു നേരമാണോ? രണ്ട് നേരമാണോ? മൂന്ന് നേരമാണോ? ഇല്ല, അതിനേക്കാളും കൂടുതൽ കഴിച്ചിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരില്ലേ? ഭക്ഷണമില്ലാത്തവരെ ഓർക്കാത്തവരില്ലേ? പാനീയമില്ലാത്തവരെ ഓർക്കാത്തവരില്ലേ? വെള്ളം മാത്രമല്ല, ദിവസവും എത്ര പ്രാവശ്യമാണ് ചായ കുടിക്കുന്നത്? എത്ര പ്രാവശ്യമാണ് ജ്യൂസ് കുടിക്കുന്നത്? എത്ര പ്രാവശ്യമാണ് പലവിധ ഐറ്റംസ് പാനീയങ്ങൾ നാം അതാ അകത്താക്കുന്നത്? ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ദുആയില്ലേ, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹില്ലദീ റസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അവിടുന്നതാ എന്താണ് അതിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു ആണെന്ന് അറിയുമോ? അത്അമനി, എനിക്കവൻ ഭക്ഷണം നൽകി, വസഖാനി, എനിക്കവൻ പാനീയം നൽകി, എന്നെ കുടിപ്പിച്ചു, വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ മുസ്ലിമീങ്ങളിൽ പെടുത്തി. അങ്ങനെയുള്ള അല്ലാഹുവിന് സർവസ്തുതിയും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനേക്കാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്. റസഖനീഹി, എനിക്കവൻ ജീവിത ഉപാധികൾ നിങ്ങൾക്ക് നൽകി, ജീവിത മാർഗങ്ങൾ നൽകി, ഭക്ഷണം നൽകി, പാനീയം നൽകി. ഇതൊന്നും എന്റെ കഴിവല്ല, എന്റേതായ അധ്വാനം അല്ല.
വിചാരിച്ചത് കൊണ്ട് നടന്നതല്ല. എന്റെ കഴിവല്ല, എന്റെ ശക്തിയല്ല, എന്റെ യുക്തിയല്ല, എനിക്ക് അല്ലാഹു നൽകിയതാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഭക്ഷണം കഴിച്ച് പറയാറുണ്ടോ? ഒരു ഗ്ലാസ്, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ നാം അത് പറയണം. അത് പറഞ്ഞിട്ടുണ്ടോ?